ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് എല്ലാവർക്കും എങ്ങനെയുണ്ട്? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ നന്നായിട്ട് പോകുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് വേറെ ഒരു പുതിയ ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ നേച്ചറാണ്. ഇപ്പൊ എല്ലാവർക്കും അറിയാം നേച്ചർ എന്ന് വെച്ചാൽ എന്താണെന്നും. നമ്മുടെ പ്രകൃതിയാണ്. ആ ഭംഗി എല്ലാവരും പ്രകൃതി ഭംഗി ആസ്വദിക്കാതായിട്ട് ആരും ഇല്ല നമ്മുടെ ലോകത്ത്. എല്ലാവരും പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നവരാണ്. പല രീതിയിലും ആസ്വദിക്കുന്നവരാണ്. ഓക്കെ, ഓരോരുത്തർക്കും പല സ്ഥലത്ത് പോയി സ്റ്റേ ചെയ്യാനും താമസിക്കാനും അതുപോലെ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനും ഇഷ്ടപ്പെടുന്ന പല രീതിയിലുള്ള ആൾക്കാരുമാണ് നമ്മൾ ഇന്നീ സമൂഹത്തുള്ളത്. അപ്പൊ നമുക്ക് ഇന്ന് നേച്ചറിനെ പറ്റി നമുക്ക് കൂടുതലായിട്ട് സംസാരിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാ നേച്ചർ എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഓരോ സ്ഥലങ്ങൾ കാണാനായിട്ട് പോകുമ്പോൾ ഓരോ സ്ഥലത്തും ഇപ്പോ നമ്മളിപ്പോ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഓരോ സ്ഥലം നമുക്ക് കാണണം എന്ന് ആഗ്രഹിക്കുന്ന ലോകത്ത് വളരെ മനോഹരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒത്തിരി സ്ഥലങ്ങളുണ്ട്. നമ്മുടെ ചുറ്റിനും ഒത്തിരി സ്ഥലങ്ങളുണ്ട്. നമ്മുടെ ലോകത്ത് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ ചുറ്റിനും, അതായത് നമ്മളിപ്പോ താമസിക്കുന്ന കേരളത്തിലാണെങ്കിൽ കേരളത്തിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. ഒരുപാട് വെച്ചാൽ ഒരുപാട്. അപ്പൊ നമുക്കറിയാം, കേരളത്തിൽ നമ്മൾ വിസിറ്റ് ചെയ്യാത്ത ഒരു പ്ലേസും കാണത്തില്ല. ഇപ്പൊ ഓരോരുത്തരും സ്ഥിരമായിട്ട് വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരും എപ്പോഴും ടൂറൊക്കെ അടിച്ചു പൊളിച്ച് പോകുന്ന ആൾക്കാരും ഈ വ്ളോഗ് ചെയ്യുന്നവരും എല്ലാവർക്കും ഒത്തിരി എസ്പെഷ്യലി ഒത്തിരി പോകുന്ന ഒരു സ്ഥലമാണ് മൂന്നാർ. കേരളത്തിലെ എപ്പോഴും പ്രശസ്തമായ സ്ഥലമാണ് മൂന്നാർ. മൂന്നാറിലേക്കാണ് ഓരോരുത്തരും ഇപ്പൊ തണുപ്പ് സമയത്തായാലും ഒരുപാട് ചൂട് സമയത്തായാലും ഓരോരുത്തരും യാത്ര ചെയ്യാനൊക്കെ, ട്രാവൽ ചെയ്യാനും അതുപോലെ വ്ളോഗ് ഉണ്ടെങ്കിൽ വ്ളോഗ് ചെയ്യാനും ഒക്കെ ഓരോരുത്തർ പോകുന്ന ഒരു പർട്ടിക്കുലർ സ്ഥലമാണ് മൂന്നാർ. നമുക്ക് അടിച്ചു പൊളിക്കാൻ വളരെ ഇപ്പൊ ഓരോരുത്തരും ഓരോ പർട്ടിക്കുലർ റീസൺ ആയിക്കോട്ടെ ഓരോ സ്ഥലത്തേക്ക് പോയി എൻജോയ് ചെയ്യുക. എനിക്ക് തോന്നുന്നു പറ്റിയ സ്ഥലം മൂന്നാറാണ്. അപ്പൊ മൂന്നാറൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു ഭംഗി തന്നെ കാണാൻ പറ്റും. കാരണം വെച്ചാൽ അവിടെയൊക്കെ നമുക്ക് മഞ്ഞ് വരുന്നതും മഞ്ഞിന്റെ ആ ഒരു ഷേപ്പും ആ ഒരു കാര്യമൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും. നമുക്ക് അവിടുത്തെ കോട കാണണമെങ്കിൽ എല്ലാം വളരെ മനോഹരമായിരിക്കും. ഇപ്പൊ ഓരോ നാട്ടിലും ഓരോ രീതിയിലാണ് നമുക്ക് പ്രകൃതി ഭംഗി ആസ്വദിക്കാനായിട്ട് പറ്റുന്നത്. നമുക്ക് പല രീതിയിലും നല്ല രീതിയിലുള്ള പ്രകൃതികൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മുടെ ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് നമുക്ക് ഓരോ സ്ഥലവും നമുക്ക് ഇഷ്ടപ്പെടുന്നത്. ചിലർക്ക് കാട്ടിൽ കൂടെ പോകാനായിട്ട് ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. എന്നുവെച്ചാൽ കാടിന്റെ സൈഡും കാടായിരിക്കും, നടുക്കൊരു റോഡ് ഉണ്ടെങ്കിൽ അതിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ അപ്പുറത്ത് നമുക്ക് കാണുന്ന മൃഗങ്ങൾ, അതായത് വന്യമൃഗങ്ങളെ കാണാനായിട്ട് സാധിക്കും. അതൊക്കെ കാണുമ്പോൾ നമുക്ക് അതിന്റെ ഫോട്ടോ, അപ്പൊ നമുക്ക് ഗ്ലാസ് ഒന്നും വെളിയിലിറങ്ങി നിൽക്കാനൊന്നും നമുക്ക് സാധിക്കത്തില്ല. എന്നാൽ നമുക്ക് കാടിൽ കൂടി പോകുമ്പോൾ കാർ നിർത്തിയിട്ട് തന്നെ നമുക്ക് ഫോട്ടോസ് ഒക്കെ എടുക്കാം. നമുക്കൊരു എൻക്വയറി. പിന്നെ കാട്ടിനകത്ത് അരുവി ഉണ്ടാവുക, വാട്ടർഫാൾസ് ഉണ്ടാവുക, അതൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ഒത്തിരി സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ് ജീവിതത്തിൽ. കാരണം വെച്ചാൽ ഇപ്പൊ എന്നെ പോലുള്ളത്, കാരണം വെച്ചാൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എനിക്കറിയത്തില്ല. ഞാൻ മറ്റേ ഇംഗ്ലീഷ് മസിൽ പറഞ്ഞിട്ടുണ്ടാവാം. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഒന്നല്ല ജനിച്ചതും വളർന്നതും ഒക്കെ. ഞാൻ മൊത്തം ബാംഗ്ലൂരായിരുന്നു ജനിച്ചതും വളർന്നതും പഠിച്ചിട്ടില്ല. സോ അതുകൊണ്ട് എനിക്ക് കേരളത്തിലോട്ട് വരുമ്പോഴത്തേക്കും പ്രത്യേകത ഒരു കൗതുകമാണ്. എന്ന് വെച്ചാൽ കേരളത്തിന്റെ ആ ഭംഗി. ഇപ്പൊ നമ്മൾ മഴ പെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പുലർച്ചെ എണീറ്റ് തോന്നുന്ന ഒരു ഭംഗിയുണ്ട്. പുലർച്ചെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും മൊത്തം വെള്ളം വീണ് ഇലകളൊക്കെ കാണുമ്പോഴത്തേക്കും ഒരു പ്രത്യേകം തരം ഒരു ഭംഗി, മനോഹരമായ ഒരു കാഴ്ചയാണ് എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കാരണം വെച്ചാൽ എനിക്കിപ്പോ നമ്മളിപ്പോ വർഷം മൊത്തം ബാംഗ്ലൂരിൽ സ്പെൻഡ് ചെയ്ത് അവിടുത്തെ ജോലി, അവിടുത്തെ സ്ട്രെസ് എല്ലാം കൂടി നമ്മൾ സ്പെൻഡ് ചെയ്യുക. നമ്മൾ വർഷത്തിൽ ഒരിക്കൽ നാട്ടിലോട്ട് വരുമ്പോൾ ഇപ്പൊ എല്ലാവർക്കും, ഇപ്പൊ എനിക്ക് മാത്രമായിരിക്കത്തില്ല, ഇപ്പൊ കേരളം വിട്ട് ജീവിക്കുന്ന ഒരുപാട് പേർക്കും ആ ഒരു അനുഭവം ഉണ്ടാവും. കേരളത്തിലെ പച്ചപ്പും ഹരിതാവും ഒക്കെ നമുക്ക് വളരെ കണ്ട് മനോഹരമായിട്ട് ആസ്വദിക്കാനായിട്ട് പറ്റുന്ന ഒരു കാര്യമാണ്. നമുക്ക് കേരളത്തിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് അതിന്റെ മനോഹരമായ കാഴ്ചകളൊക്കെ കാണുമ്പോൾ, ഇപ്പൊ കേരളം എത്തി, കേരളത്തിന്റെ ഭാഷ കാണുമ്പോൾ, പിന്നെ പ്രകൃതി, ഓരോ പാടങ്ങള്, ഓരോ ഇപ്പൊ വാഴത്തോട്ടായിക്കോട്ടെ, അങ്ങനെ നമുക്ക് ഓരോ കൃഷി സ്ഥലങ്ങളായിക്കോട്ടെ, ഓരോന്നൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു മനോഹരമായിട്ടുള്ള ഭംഗിയുള്ള സ്ഥലങ്ങൾ. ഇപ്പൊ നമുക്ക് വെള്ളം കാണുമ്പോഴത്തേക്കും ഒത്തിരി പുഴകള് നദികള് ഒക്കെ കാണുമ്പോൾ നമുക്ക് പേഴ്സണലി ഒരു സന്തോഷമാണ് തോന്നാറ്. നാട്ടിലേക്ക് വന്നൊരു ഫീൽ ഉണ്ടാവുക. ഇപ്പൊ നാട്ടിൽ താമസിക്കുന്നവർക്ക് ചിലപ്പോൾ ആ ഫീൽ ഉണ്ടാവുന്നില്ല. കാരണം വെച്ചാൽ അവര് എന്നും കാണുന്ന ഒരു കാര്യമാണ്. അപ്പം ഇപ്പൊ ഞാൻ നാട്ടിലാണ് സ്റ്റേ ചെയ്യുന്നത്. പക്ഷെ അപ്പൊ അതിന് മുന്നേറ്റ് എനിക്ക് ഭയങ്കര കൗതുകമായിരുന്നു വെച്ചാൽ കാണാനായിട്ട്. അത്ര മനോഹരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് കേരളം. കേരളത്തിൽ തന്നെ നല്ല നല്ല സ്ഥലങ്ങളും ഉണ്ട്. വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒത്തിരി സ്ഥലമുണ്ട്. ഇപ്പൊ ആലപ്പുഴ ആണെങ്കിൽ അവിടെ തന്നെ നമുക്ക് മനോഹരമായ കാഴ്ചകളൊക്കെ കാണാനായിട്ട് പറ്റും. ഇപ്പൊ സൂ എന്ന് വെച്ചാൽ പല നാട്ടിലും ഉണ്ട് സൂ. ഇപ്പൊ നമ്മൾ എവിടെ പോയാലും, ഇപ്പൊ ഇന്ത്യയിലായാലും എവിടെ പോയാലും നമുക്ക് സൂ കാണാൻ പറ്റും. ഇപ്പൊ വാട്ടർഫാൾസ്, ബീച്ച്, പലതരം ബീച്ചുകളുണ്ട് നമുക്ക് സ്റ്റേ ചെയ്ത് എൻജോയ് ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് ഹൗസ് ബോട്ട് എന്ന് വെച്ചാൽ ഫേമസ് ആയിട്ടുള്ളത് നമ്മുടെ ആലപ്പുഴയിലാണ്. അപ്പൊ ഹൗസ് ബോട്ട് ഒക്കെ കാണുക, ബോട്ടിലിരിക്കുക, വെള്ളത്തിൽ കൂടി സഞ്ചരിക്കുക,
എന്നൊക്കെ പറയാന്നുള്ളത് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നവർക്ക് അത് വളരെ മനോഹരമായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ നമുക്ക് ടൂറൊക്കെ പോകുമ്പോൾ നമ്മൾ പർട്ടിക്കുലർ സ്ഥലങ്ങളൊക്കെ പ്ലാൻ ചെയ്യാറുണ്ട്. ഓബിയസ്ലി എല്ലാവരും പോകുന്ന സ്ഥലം മൂന്നാറ്, വയനാടൊക്കെയാണ്. അപ്പം എങ്ങും പോവാത്ത സ്ഥലങ്ങളൊക്കെ ഓർത്ത് പ്ലാൻ ചെയ്യും. ഓർത്ത് ടെമ്പിൾ വിസിറ്റ് ചെയ്യും. ഇപ്പൊ നമ്മുടെ നാട്ടിലും ഒരുപാട് അമ്പലങ്ങളുണ്ട്. ഫേമസ് ആയ ഒത്തിരി അമ്പലങ്ങളുണ്ട്. സോ അമ്പലത്തിൽ പോകുമ്പോൾ തന്നെ നമുക്കൊരു വൈബാണ്. അങ്ങനെ ഒരു വൈബ് ആർക്കെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതൊരു വൈബാണ്. അപ്പൊ അതുപോലെ നമുക്ക് ഓരോ സ്ഥലത്ത് പോകുമ്പോൾ പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. അവിടുത്തെ ആൾക്കാർ, അവിടുത്തെ രീതി, അവിടുത്തെ കൾച്ചർ ഒക്കെ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. പിന്നെ നമ്മളിപ്പോ കേരളത്തിൽ തന്നെ പിന്നെ സപ്പോസ് എടുത്ത് പറയുകയാണെങ്കിൽ ലാംഗ്വേജ് പോലെയാണ്. പല പല നാട്ടിൽ ചെല്ലുമ്പോൾ പല പല ഭാഷകൾ, പല പല ആചാരങ്ങൾ, പല പല ഫുഡ്. നമുക്ക് വെറൈറ്റി ടൈപ്പ് ഓഫ് ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്യാൻ പറ്റും. വെറൈറ്റി കാഴ്ചകൾ കാണാം. വെറൈറ്റി മനോഹരമായിട്ടുള്ള ഭംഗികൾ ആസ്വദിക്കാം. അതൊക്കെ നമുക്ക് നേച്ചറിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. അപ്പൊ നേച്ചർ എന്ന് വെച്ചാൽ വളരെ ബ്യൂട്ടിഫുൾ ആണ്. നമുക്ക് മരങ്ങള്, ചെടികള്, പലതരം പൂക്കള്. ഇപ്പൊ നമ്മൾക്ക് നീലക്കുറിഞ്ഞി എന്ന് പറഞ്ഞാൽ വർഷത്തിലൊരിക്കൽ പൂക്കുന്ന ഒരു ചെടിയാണ്. ഇതാണ് നീലക്കുറിഞ്ഞി എന്ന് പറഞ്ഞാൽ. അപ്പൊ നമുക്കത് കാണുമ്പോൾ നമുക്ക് മൂന്നാറില് ആണ് ആ ചെടി ഉള്ളത്. നമുക്കത് കാണുമ്പോഴത്തേക്കും വളരെ മനോഹരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പൊ നേച്ചർ എന്ന് വെച്ചാൽ ഇപ്പൊ ഓരോരുത്തർ പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ ഇപ്പൊ നേച്ചറിനെ പറ്റി പഠിക്കുന്നവരും ഉണ്ടാവാം. ബോട്ടണി സ്റ്റുഡൻസ് ഉണ്ട്. ബോട്ടണി ചെടികളെയൊക്കെ പറ്റി പഠിക്കുന്നത്. അപ്പം അതുപോലെ നമുക്ക് ഓരോ ചെടികൾ കാണുമ്പോൾ ഓരോ നേച്ചർ ഒരു പച്ച പച്ച കാണുമ്പോഴത്തേക്കും നമുക്ക് വളരെ മനോഹരമായിട്ട് തോന്നും. അത് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും കാണത്തില്ല. കാരണം വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നുവെച്ചാൽ കേരളം വളരെ വളരെ മനോഹരമായ ഒരു സ്ഥലമാണെന്നാണ് എന്റെ പേഴ്സണലി ഒരു ഒപ്പീനിയൻ. കാരണം എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. കാരണം നമ്മൾ വർഷത്തിലൊരിക്കൽ നാട്ടിലോട്ട് വരുന്നു, നമ്മൾ എല്ലാവരെയും കാണുന്നു, നമ്മൾ ടൂർ പോകുന്നു, കേരളത്തിൽ തന്നെ പല സ്ഥലത്ത് പോയി പല ഇടത്ത് എൻജോയ് ചെയ്യുന്നു. അപ്പോൾ ഒരു ഭംഗിയൊക്കെ ആസ്വദിക്കുന്നു. ഒരു മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്കും നമുക്ക് കാണാനായിട്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് സംസാരിച്ചത് പ്രകൃതിയെ കുറിച്ചാണ്. അപ്പൊ ഞാൻ കുറച്ച് മാത്രമാണ് ഇന്ന് പ്രകൃതിയെ പറ്റി പറഞ്ഞത്. ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഇന്ന് പറയുന്നില്ല. അപ്പൊ നമുക്ക് നേച്ചറിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ സെക്ഷൻ ആയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്ന് ഞാൻ സംസാരിച്ചത് ചെറിയ ടോപ്പിക്കാണ്. നേച്ചറിനെ പറ്റി ഭംഗിയായിട്ട് ആസ്വദിക്കുന്നവർക്കും ഓരോ സ്ഥലത്ത് പോകാൻ ഇഷ്ടമുള്ളവർക്കും ഒക്കെ ഒരു എൻജോയ്മെന്റ് ആണ്. നമുക്ക് ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും വിഷമങ്ങളോ സങ്കടങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രകൃതിയിലോട്ട് ഇറങ്ങി സൗന്ദര്യങ്ങളൊക്കെ ആസ്വദിച്ച് ഓരോരുത്തർ പ്രകൃതിയെ പറ്റി കഥ എഴുതാറുണ്ട്, കവിത എഴുതാറുണ്ട്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ പ്രകൃതി എന്ന് വെച്ചാൽ നമുക്ക് മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. അപ്പൊ ഇനി വരുന്ന ക്ലാസ്സിൽ നമുക്ക് ഓരോരോ ടോപ്പിക് എടുത്തായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഈ ചെറിയൊരു ടോപ്പിക് ആയിരുന്നു ഇത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ അതിന്റെ അടുത്തൊരു ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്തേക്കുക. സോ അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ ഞാൻ അടുത്ത ഒരു വീഡിയോസ് ഒക്കെ കാണും, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് ഷെയർ ചെയ്യാനോ എന്നോട് പറയാനോ എന്നോട് എന്തെങ്കിലും ചോദിക്കാനോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചോദിക്കാം. നിങ്ങൾക്ക് കമന്റ് ബോക്സ് ഉണ്ട്, അതിൽ മെൻഷൻ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇമെയിൽ ഉണ്ട്, ഇമെയിൽ അയക്കാം. നിങ്ങൾക്ക് ഇമെയിൽ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എന്നെ പേഴ്സണൽ കാര്യങ്ങൾ അറിയാനുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ എന്നോട് ഷെയർ ചെയ്യാനുണ്ടോ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഷെയർ ചെയ്യാം. പിന്നെ വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജസ് എന്താ എന്തെങ്കിലും ടോപ്പിക്ക്, ഇപ്പൊ ഈ ടോപ്പിക്കിനെ പറ്റി ഡിസ്കസ് ചെയ്യണം, ഈ ടോപ്പിക്കിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യമുണ്ട്, അത് നിങ്ങൾക്ക് പബ്ലിക്കായിട്ട് നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നില്ല, പബ്ലിക്കായിട്ട് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പേടിയായിരിക്കും, എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് എന്നോട് ഷെയർ ചെയ്യാം. പേഴ്സണലി നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ ഇമെയിൽ ആയിട്ട് അയക്കാം. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അയച്ച് എന്നോട് ഷെയർ ചെയ്യാം, ഞാൻ ഡിസ്കസ് ചെയ്യാം. എനിക്ക് അതൊരു ബുദ്ധിമുട്ടുമില്ല, ഞാൻ അങ്ങനെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും എൻ്റെ അടുത്ത ഒരു ഇതുപോലത്തെ മോട്ടിവേഷൻ ഒരു ക്ലാസ് ആയിട്ട് കാണുന്നത് വരെ, സ്പീച്ച് ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.